ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ ചേരമാൻ പെരുമാൾ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. കൊടുങ്ങല്ലൂരിലാണ് ചേരമാൻ പെരുമാൾ നായനാർ ജനിച്ചത്. ഒരു രാജകുടുംബത്തിലായിരുന്നു ജനനം. എല്ലാ ചേരന്മാരുടെയും പൊതുവായ പേരാണ് ചേരമാൻ. കിരീട ധാരണത്തിന് ശേഷം സ്ഥാനപ്പേരായിരുന്നു പെരുമാൾ. കുട്ടിക്കാലത്ത് തന്നെ വളരെ ഭക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. വളരും തോറും ഭക്തിയുടെ അളവും കൂടിക്കൊണ്ടിരുന്നു. പ്രായപൂർത്തിയായപ്പോൾ രാജ്യഭരണം ഉപേക്ഷിച്ച് നാടുവിട്ടു. ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞു. രാജ്യം ഭരിച്ചത് സെങ്കോൾ പൊതയനായിരുന്നു. ലൗകിക ജീവിതത്തിന്റെ മായയിൽ കൊടുങ്ങരുതെന്ന് കരുതി അദ്ദേഹം രാജ്യം ത്യജിച്ചു. അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. സിംഹാസനം ഒഴിഞ്ഞുകിടന്നു. എല്ലാവരുടെയും ആവശ്യപ്രകാരം ചേരമാൻ പെരുമാൾ രാജ്യഭരണം വീണ്ടും ഏറ്റെടുത്തു. നീതിപൂർവം രാജ്യം ഭരിച്ചു. പക്ഷികളുടെ ഭാഷ പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാ ഐശ്വര്യങ്ങളും വാഹനങ്ങളും ഭഗവത് കൃപയാൽ അദ്ദേഹത്തിന് ഉണ്ടായി. കിരീടധാരണം കഴിഞ്ഞ ഉടനെ ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാനെ തൊഴുതു തിരിച്ചു വരികയായിരുന്നു. വഴിയിൽ വെളുത്ത മണലും ചെളിയും പുരണ്ട ഒരു അലക്കുകാരനെ കണ്ടു. ചേരമാന് തോന്നിയത് പുണ്യഭസ്മം പൂശിയ ശിവന്റെ രൂപം ആണെന്നാണ് തോന്നിയത്. അദ്ദേഹം ആത്മബോധത്തിലേക്ക് ഉയർന്നു. ആനപ്പുറത്തു നിന്ന് ഇറങ്ങി അലക്കുകാരന്റെ കാൽക്കൽ വീണു. എല്ലാവരും അത്ഭുതസ്തബ്ധരായി. ചേരമാന്റെ ഭക്തിയിൽ ശിവഭഗവാൻ സംതൃപ്തനായി. ബാണപതിരരെ അയച്ചു. ഒരു സംഗീതജ്ഞനായിരുന്നു. യാഴിൽ ശിവകീർത്തനം ചെയ്യുന്ന ഒരു ഭക്തൻ. ഭഗവാൻ തന്നെ കൊടുത്തിട്ടുള്ള താളിയോല ഉണ്ടായിരുന്നു അതിൽ. ചേരമാന്റെ ഭക്തിയെ പ്രശംസിച്ചിരുന്നു. സംഗീതജ്ഞനെ യഥാവിധി സ്വീകരിക്കണമെന്നും പറഞ്ഞിരുന്നു. രാജാവ് ബാണപതിരരെ യഥാവിധി സ്വീകരിച്ചിരുത്തി. ദേവലോകത്തെ വെല്ലുന്ന സംഗീതമായിരുന്നു പിന്നീട്. രാജാവ് ആത്മബോധത്തിന്റെ നെറുകയിലായിരുന്നു. ഈ രാജ്യവും സർവ്വതും തനിക്കർഹതപ്പെട്ട എല്ലാം ബാണപതിരർക്ക് മുന്നിൽ നീട്ടി. പക്ഷേ തനിക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ച് സംഗീതജ്ഞൻ ഇറങ്ങി. രാജാവ് നടരാജഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭക്തിയുടെ പാരവശ്യത്തിൽ എത്തുമ്പോൾ ഭഗവാന്റെ നൃത്തച്ചുവടിന്റെ ശബ്ദം കാതിൽ മുഴങ്ങുമായിരുന്നു. ഒരു ദിവസം ശബ്ദം കേൾക്കാതായപ്പോൾ രാജാവിന് അത്യധികം ദുഃഖമുണ്ടായി. താൻ എന്തോ അപരാധം ചെയ്തതാണെന്ന് കരുതി വാളുകൊണ്ട് സ്വയം അവസാനിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഒരു അശരീരി വന്നു. സുന്ദരമൂർത്തി നായനാരുടെ ഗാനാലാപനത്തിൽ മുഴുകിപ്പോയതാണ് അങ്ങയെ അനുഗ്രഹിക്കാൻ കഴിയാഞ്ഞത് എന്ന് ഭഗവാൻ പറയുകയാണ്. സുന്ദരരും ചേരമാനും കണ്ടുമുട്ടണമെന്നായിരുന്നു ഭഗവാന്റെ ഇച്ഛ. ചേരമാൻ സുന്ദരരെ കാണാനായി തില്ലയിലേക്ക് പോയി. അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് പോയി എന്നറിഞ്ഞു. അതിനുശേഷം തിരുവാരൂരിലേക്ക് പോയി. അവിടെ വെച്ച് അവർ പരസ്പരം കണ്ടുമുട്ടി. അന്വേനം കെട്ടിപ്പിടിച്ച് കാൽക്കൽ വീണ് ഉറ്റമിത്രങ്ങളായി. തിരുവാരൂരിൽ വെച്ചാണ് ചേരമാൻ നടരാജനെ കുറിച്ച് പ്രസിദ്ധമായ തിരുമുമ്മാനിക്കോവൈ രചിച്ചത്. രണ്ടുപേരും കൂടി പല സ്ഥലങ്ങളും സന്ദർശിച്ച് കൊടുങ്ങല്ലൂരിലെത്തി. അവിടെ ചേരമാൻ സുന്ദരരെ ആനപ്പുറത്ത് കയറ്റി ഘോഷയാത്ര നടത്തി. സുന്ദരരുടെ അഭ്യർത്ഥന പ്രകാരം ചേരമാൻ രാജ്യം ഭരിച്ചു. സുന്ദരർ തിരുവാരൂരിലേക്ക് മടങ്ങി. കുറെ കാലത്തിന് ശേഷം വീണ്ടും സുന്ദരർ കൊടുങ്ങല്ലൂരിലെത്തി. പെട്ടെന്ന് തന്നെ തിരുവഞ്ചിക്കുളത്തിലേക്ക് പോയി. അവിടെ വെച്ച് ഭഗവാന്റെ ലോകത്തേക്ക് യാത്രയായി. ഉൾക്കാഴ്ചയിൽ ഇത് മനസ്സിലാക്കിയ ചേരമാൻ ഭഗവാന്റെ പാദം പിന്തുടർന്ന് കൈലാസത്തിലെത്തി. ഓം ശിവശക്തൈക്യരൂപിണ്യേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.